നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന കുറച്ചധികം ഫീച്ചറുകൾ നമ്മുടെ വാട്സപ്പിനകത്തുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിൽ നേരത്തെ ഉള്ള ഫീച്ചറാണെങ്കിലും അധികം ആളുകൾക്കും അറിയാത്ത വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഫീച്ചറുകൾ നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് നമ്മളൊക്കെ, അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കും, നമ്മൾ ചില ആളുകൾക്ക് പ്രത്യേകം വാട്സപ്പിൽ സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ടാവും. എല്ലാ സമയത്തും അയാളുമായി ചാറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അത്തരം ആളുകൾക്ക് നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ ഓരോ തവണയും നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് അൺലോക്ക് ചെയ്ത് ആ വ്യക്തിയെ തിരഞ്ഞു പിടിച്ച് അയാൾക്ക് ചാറ്റ് ചെയ്യണം. എന്നാൽ നമുക്ക് വളരെ ഈസിയായിട്ട് വാട്സപ്പിനകത്തൊരു സൗകര്യമുണ്ട്. ഏത് വ്യക്തിയാണ് നിങ്ങൾ സ്ഥിരമായിട്ട് കൂടുതൽ ചാറ്റ് ചെയ്യുന്നത്, എല്ലാ സമയത്തും നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ഏതാണെങ്കിൽ അയാളുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ മോർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ലിസ്റ്റിനകത്തിട്ടും താഴെ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ആഡ് ഷോർട്ട് കട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ നേരത്തെയുള്ള ഫീച്ചറാണ്, പക്ഷേ അധികം ആളുകൾക്കും ഇതൊന്നും അറിയില്ല. ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ചാറ്റുകളൊക്കെ വളരെ വേഗത്തിൽ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ ആഡ് ഷോർട്ട് കട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പോപ്പപ്പ് വരും. ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, വാട്സപ്പിൽ ഈ വ്യക്തിക്ക് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് അത് ലോഗിൻ ചെയ്ത് കഷ്ടപ്പെടേണ്ട. ജസ്റ്റ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിലോട്ട് വരുമ്പം ആ വ്യക്തി ഇവിടെ കാണാനുണ്ട് അല്ലേ, ഈ വ്യക്തിയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി അയാൾക്ക് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വ്യക്തിക്ക് ഒന്ന് ക്ലിക്ക് കൊടുത്താൽ മതി. നേരെ ആ വ്യക്തിയുടെ വാട്സപ്പിലേക്ക് എത്തും. അയാൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. വളരെ ഈസിയാണ്. വാട്സപ്പ് തുറന്ന് അതിൻ്റെ ലോക്കോ അൺലോക്ക് ചെയ്ത് ആ വ്യക്തിയെ തിരഞ്ഞു പിടിച്ച് അയാൾക്ക് ചാറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാകേണ്ട. ഈസി ആയിട്ട് അയാളുടെ കോൺടാക്റ്റ് ഇതുപോലെ നമുക്ക് ഇത്തരത്തിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ എത്ര വ്യക്തികൾ വേണമെങ്കിലും അവരുടെയൊക്കെ ഇതുപോലെ ആഡ് ഷോർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ, വാട്സപ്പിൽ നമുക്ക് പിൻ ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. വാട്സപ്പിൽ നമുക്ക് നിലവിൽ 3 കോൺടാക്റ്റുകൾ മാത്രമേ പിൻ ചെയ്ത് വെക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ നമുക്ക് എത്ര കോൺടാക്റ്റ് വേണമെങ്കിലും പിൻ ചെയ്ത് വെക്കാനുള്ളൊരു സൗകര്യം വാട്സപ്പിനകത്തുണ്ട്. അതെങ്ങനെയാണ് കാണിച്ചു തരാം. ചെറിയൊരു ബഗ്ഗാണ് ഇത്, വാട്സപ്പിൻ്റെ അപ്ഡേറ്റ് അല്ല. പക്ഷേ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്കത് എത്ര കോൺടാക്റ്റ് വേണമെങ്കിലും പിൻ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ നിലവിൽ 3 ഇവിടെ പിൻ ചെയ്ത് വെച്ച് കാണാൻ സാധിക്കും. ഈ 3 പിൻ ചെയ്ത കോൺടാക്റ്റുകളും ഇതുപോലെ സെലക്ട് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് നിങ്ങൾ 3 ഇപ്പോൾ സെലക്ട് ചെയ്ത് കാണാൻ സാധിക്കും. ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ 4-മതായി കാണുന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ പിൻ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിലവിൽ ഞാനിപ്പോൾ 4-മത്തെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇതുപോലെ സെലക്ട് ചെയ്ത് പിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് 3 ചാറ്റുകൾ മാത്രമേ പിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് പിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നിലവിൽ നമ്മൾ പിൻ ചെയ്ത 3 കോൺടാക്റ്റും ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 കോൺടാക്റ്റ് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ പിൻ ചെയ്ത കോൺടാക്റ്റാണ്. അത് ഞാൻ ഇതുപോലെ കാണിച്ചത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ മറ്റൊരു ഫോണിൽ ഇത് ചെയ്ത് കാണിച്ചു തരാം, വീഡിയോ രൂപത്തിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡിൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകില്ല. അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ ഭാഗത്ത് കാണിച്ചു തരാം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ നിലവിൽ ഇപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണകത്ത് 4 കോൺടാക്റ്റ് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. 1-മത്തെ കോൺടാക്റ്റ്, 2-മത്തെ കോൺടാക്റ്റും, 3-മത്തെ കോൺടാക്റ്റും, 4-മത്തെ കോൺടാക്റ്റും. നിലവിൽ അത് നമുക്ക് 3 ചാറ്റുകൾ മാത്രമേ പിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഈ കോൺടാക്റ്റിലുള്ള മുഴുവൻ ചാറ്റുകളും പിൻ ചെയ്ത് വെക്കാനുള്ള ആ ട്രിക്ക് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ഈ സെലക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കോൺടാക്റ്റും ഇതുപോലെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 4 കോൺടാക്റ്റ് പിൻ ചെയ്ത് വെച്ച് കാണാൻ സാധിക്കും. നിങ്ങളുടെയൊക്കെ ഫോണിനകത്ത് ഇത് 3 മാത്രമേ സാധിക്കുള്ളൂ. ഞാനിവിടെ 4 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനത് 5-മത്തെ കോൺടാക്റ്റ് കൂടി പിൻ ചെയ്ത് വെക്കും. ഇവിടെ കാണാം മറ്റൊരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് കൂടെ ഞാൻ പിൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ 4 കോൺടാക്റ്റും പുറമെ 5-മത്തെ കോൺടാക്റ്റും ഞാൻ പിൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മുകളിൽ നമുക്കൊരു ആർക്കൈവിൻ്റെ ചിഹ്നം കാണും. ഈ ആർക്കൈവിൻ്റെ ചിഹ്നത്തിലേക്ക് സെലക്ട് ചെയ്ത് നേരെ നമുക്ക് 5-മത്തെ ഗ്രൂപ്പും പിൻ ചെയ്ത് കൊടുത്ത് ഉടനെ നമുക്ക് താഴെ അൺഡു എന്നുള്ള ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് 5-മത്തെ കോൺടാക്റ്റ് പിൻ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് എത്ര കോൺടാക്റ്റ് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഈ 4 സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കാണാൻ സാധിക്കുമ്പോൾ 1, 2, 3, 4 ഗ്രൂപ്പ് ഞാൻ പിൻ ചെയ്ത് സെലക്ട് ചെയ്തു. ആർക്കൈവ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. 5-മത്തെ ഗ്രൂപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിൻ ചെയ്ത് താഴെ കാണുന്ന അൺഡു ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1, 2, 3, 4, 5 ഗ്രൂപ്പ് സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇത്തരത്തിൽ 5 ഗ്രൂപ്പ് അല്ല, ഇത്തരത്തിൽ എത്ര പേര് വേണമെങ്കിലും നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി 6-മത്തെ ഗ്രൂപ്പ് എനിക്ക് പിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 5 ഗ്രൂപ്പും ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. 6-മത്തെ ഗ്രൂപ്പ് ഇതാണ്, അൽ ഹിദായ മദ്രസ എന്നുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഞാനിവിടെ ഈ 5 ഗ്രൂപ്പ് ഇതുപോലെ സെലക്ട് ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന ഈ ആർക്കൈവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഉടനെ 5-മത്തെ ഗ്രൂപ്പ് ലോങ് പ്രസ് ചെയ്ത് പിൻ ചെയ്ത്
താഴെ അണ്ടു ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 6 ഗ്രൂപ്പും പിൻ ചെയ്തു. 1 2 3 4 5 6. അതായത് നമ്മൾ ഇപ്പോൾ നിലവിൽ പിൻ ചെയ്ത ഗ്രൂപ്പുകളെ സെലക്ട് ചെയ്ത് മുകളിൽ ആർക്കൈവ് ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്ത് ആർക്കൈവിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് അടുത്ത ഗ്രൂപ്പ് കൂടെ അല്ലെങ്കിൽ അടുത്ത വ്യക്തിയെ കൂടെ പിൻ ചെയ്തതിന് ശേഷം ആർക്കൈവ് അണ്ടു ക്ലിക്ക് ചെയ്യുക. അണ്ടു ഇവിടെ താഴെ ഭാഗത്ത് അണ്ടു എന്ന് വരും, ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അണ്ടു ക്ലിക്ക് ചെയ്താൽ ഗ്രൂപ്പ് ആർക്കൈവിലേക്ക് പോകാതെ എല്ലാ ചാറ്റുകളും റിട്ടേൺ വന്ന് നിങ്ങൾക്ക് എല്ലാ ചാറ്റും ഇതുപോലെ പിൻ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ പിൻ ചെയ്ത് കൃത്യസമയത്ത് പിൻ ചെയ്യുമ്പോൾ തന്നെ അത് സ്പീഡിൽ ചെയ്തില്ലെങ്കിൽ എല്ലാ കോൺടാക്റ്റും ആർക്കൈവിലേക്ക് പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കാണിച്ചുതരാം. എല്ലാ കോൺടാക്റ്റും ഇതുപോലെ നമ്മൾ ആർക്കൈവിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ സമയം വൈകി കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ കോൺടാക്റ്റും നമ്മൾ ആർക്കൈവിലേക്ക് ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ അണ്ടു എന്ന് കാണാൻ സാധിക്കും. ഇത് കൃത്യസമയത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ കണ്ട കോൺടാക്റ്റ് എല്ലാം നമുക്കിവിടെ കാണാതായി. അതെല്ലാം ഇതാ ഇവിടെ മുകളിൽ കാണുന്ന ആർക്കൈവ് എന്ന് കാണുന്ന ഭാഗത്തേക്ക് പോയിട്ടുണ്ടാവും. ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാം. സമയം വൈകിക്കാൻ പാടില്ല. സെക്കൻഡുകൾ മാത്രമാണ് നമുക്ക് അണ്ടു ഓപ്ഷൻ വരിക. ഇത് വാട്സപ്പിൻ്റെ ഒരു അപ്ഡേറ്റ് അല്ല, വാട്സപ്പിൻ്റെ ഭാഗത്തു നിന്നൊരു ബഗ്ഗാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ച് അത് കൃത്യമായി യൂസ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.